PSC പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ സീതാലയമാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന 70,000 രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ്. കേരളത്തിലെ നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. വൃക്കരോഗം, ഹൃദ്രോഗം, ഹിമോഫീലിയ തുടങ്ങി മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണമായ ഒരു ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. ആ ഒരു പേര് ഉപയോഗിച്ചിട്ട് നമുക്കത് ഓർത്തിരിക്കാം. ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കുക. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം. ലഹരി വിരുദ്ധ പദ്ധതിയാണ് സുബോധം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. കേരള സംസ്ഥാന യുവജന ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായിനി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടി കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക രോഗികളായ BPLകാർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കനിവ്. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതിൻ്റെ അംബാസഡർ മോഹൻലാലാണ്. കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഇത് ആരംഭിച്ചത് 2022 ജൂലൈ 1 സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. അപ്പോൾ മിഠായി കുട്ടികൾക്ക് മിഠായിയായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കുട്ടികൾക്കാണല്ലോ മിഠായി ഏറ്റവും ഇഷ്ടപ്പെടുക. എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി.
വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് അശ്വമേധം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനാണ് അശ്വമേധം ക്യാമ്പയിൻ. മാനസിക രോഗബാധിതരായ ആദിവാസികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി അട്ടപ്പാടിയിൽ ആരംഭിക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ് പുനർജനി. മാനസിക രോഗികളായിട്ടുള്ള ആദിവാസികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനായി അട്ടപ്പാടിയിൽ ആരംഭിക്കുന്ന കേന്ദ്രമാണ് പുനർജനി. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദ്രോഗികളായ കുട്ടികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാക്കി അടുത്ത വീഡിയോകളായി നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് PDF ഫയലായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.